ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ച് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദാണ് ബോഡി ഷെയ്മിംഗ് നടത്തി ഇന്ത്യൻ നായകനെ അവഹേളിച്ചത്. ഒരു കായിക താരത്തിന് ആവശ്യമായ ശരീരപ്രകൃതമല്ല രോഹിത്തിൻ്റേത് എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഷമയുടെ പരാമർശം. ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റനെന്നും ഷമ പറയുന്നു. പരാമർശത്തെ ശക്തമായി വിമർശിച്ച് BJP രംഗത്തെത്തി. See, it was just a generic tweet about a fitness of a sports person. It is not body shaming. It's about the fitness of a sports person. I always believe a sports person has to be fit. So I felt he's a bit overweight and I just tweeted on that. And I've been attacked for no reason, And when I compared him to the other captains, previous captains like Dhoni, or for that matter, Ganguly, Dravid, Tendulkar, Kapil Dev. So I put in and Virat. I put in a statement. ഗൗതം അനന്തനാരായൺ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗൗതം, ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യം ഷമ തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നു. അതായത് രോഹിത് ശർമ്മ ഇന്ത്യ കണ്ട ഏറ്റവും മോശം നായകനാണ്, തടിയനാണ് എന്നതടക്കം അർത്ഥം വരുന്ന ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നു. പിന്നീട് അത് വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിന് ന്യായീകരണം എന്ന രീതിയിൽ മറ്റ് താരങ്ങളെ, സീനിയർ താരങ്ങളെ അടക്കം, ഇപ്പോൾ സച്ചിൻ, ദ്രാവിഡ്, ഗാംഗുലി, ധോണി അടക്കമുള്ള താരങ്ങൾ, വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങളെക്കാൾ എന്താണ് രോഹിത് ശർമ്മയ്ക്ക് പ്രത്യേകതയുള്ളത് എന്ന് ഒരു ട്വീറ്റ് പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ പിന്നീട് വീണ്ടും BJP അടക്കമുള്ള പാർട്ടികൾ അല്ലെങ്കിൽ BJP അടക്കമുള്ള സംഘടനകൾ എതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുമ്പോൾ ഒരു പ്രതികരണവുമായി വീണ്ടും ഷമ രംഗത്തെത്തുന്നു. ഞാൻ ഒരു സാധാരണ രീതിയിൽ കായിക താരത്തെ വിമർശിക്കുന്ന രീതിയിൽ വിമർശിച്ചതാണ്, ഇത് വേറെ അതിന് ഉപരിയായി മറ്റൊന്നും ഇതിലില്ല എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നു. എന്തായാലും ഇന്ത്യൻ നായകനെയാണ് ഈ ഇത്തരത്തിൽ വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ബോഡി ഷെയ്മിങ്ങും ഷമ നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഷമ ചോദിച്ചതൊരു ചോദ്യം, ഇവരിൽ നിന്ന്, അതായത് ഈ മുതിർന്ന താരങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്, എന്ത് പ്രത്യേകതയാണ് രോഹിത് ശർമ്മയ്ക്ക് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഷമ ക്രിക്കറ്റ് കാണുന്ന ഒരാളാണെങ്കിൽ 3 ഇരട്ട സെഞ്ചുറിയുള്ള, ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി ഒരേ ഒരു താരം, ഇന്ന് ഇൻ്റർനാഷണലിൽ കളിക്കുന്ന ഒരേ ഒരു താരം രോഹിത് ശർമ്മ മാത്രമാണ്. എന്തായാലും ഗൗതം BJP വളരെ ശക്തമായ രീതിയിൽ ഷമയ്ക്ക് മറുപടിയുമായി എന്തായാലും രംഗത്തെത്തിയിട്ടുണ്ടല്ലേ? നിഖിലെ, വളരെ വിചിത്രവും അതോടൊപ്പം തന്നെ വൻ വിവാദത്തിനും തിരികൊളുത്തുന്ന ഒരു പ്രസ്താവനയാണ് ഈ കോൺഗ്രസിൻ്റെ നേതാവ് ഷമ മുഹമ്മദിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികൾ ഷമയോട് ക്ഷമിക്കത്തില്ല എന്ന് ഇതിനകം തന്നെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവിനും അതോടൊപ്പം തന്നെ ഷമയ്ക്കെതിരെ മാത്രമല്ല, ഷമയെപ്പോലുള്ള നേതാക്കളെ വെച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെതിരെയും ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് അലയടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇവർ എക്സിൽ കുറിച്ചത് ഭാരതത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ക്രിക്കറ്റ് താരം, നമുക്കറിയാം ഏറ്റവും ഒടുവിൽ 2020 വേൾഡ് കപ്പ് കഴിഞ്ഞ വർഷം ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് രോഹിത് ശർമ്മയാണെന്ന കാര്യം പോലും മറക്കാതെയാണ് ഷമ മുഹമ്മദ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇവർ പറഞ്ഞത് ഒരു ക്യാപ്റ്റന് അല്ലെങ്കിൽ ഒരു അത്ലറ്റിന് ചേരാത്ത രീതിയിലുള്ള ശരീരപ്രകൃതമാണ് രോഹിത് ശർമ്മയുടേത്, ഒരു തടിയനാണ് എന്നതാണ്. അതിനാൽ തടി കുറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ രോഹിത് ശർമ്മ ചെയ്യണമെന്ന് പരിഹസിച്ചുകൊണ്ട്, അതായത് എല്ലാ അർത്ഥത്തിലും അവരുടെ ഭാഷ പൂർണ്ണമായി തന്നെ രോഹിത് ശർമ്മ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തെ, ഭാരതത്തിൻ്റെ ക്രിക്കറ്റ് എന്നതിലുപരി ലോക ക്രിക്കറ്റിൻ്റെ തന്നെ ചരിത്രത്തിൽ അഭിമാനത്തോടു കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു താരത്തെയാണ് ഈ കോൺഗ്രസിൻ്റെ നേതാവ്, വക്താവ് അപമാനിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നിഖിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, രോഹിത് ശർമ്മ നിരവധി റെക്കോർഡുകളുടെ ഉടമയാണ്. നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി എന്നത് ഒരുപക്ഷെ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം ക്രിക്കറ്റിനും അതിൻ്റെ ചരിത്രത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ടെസ്റ്റിലാണ് സാധാരണയായി ഇരട്ട സെഞ്ചുറിയും ട്രിപ്പിൾ സെഞ്ചുറിയും ഒക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത്. അതെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി അടിക്കുന്നു. അതും 50 ഓവർ മാത്രമുള്ള ഒരു മാച്ചിൽ 3 തവണ ചരിത്രത്തിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഏക താരമാണ് രോഹിത് ശർമ്മ എന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 37 വയസ്സാണ്. ആ 37ാമത്തെ വയസ്സിലും അദ്ദേഹം ഇന്ത്യൻ ടീമിനെ നയിക്കുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന
ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ ഒരു പക്ഷേ ICC ചാമ്പ്യൻസ് ട്രോഫി നേടാൻ സാധ്യതയുള്ള ടീമുകളുടെ പട്ടികയിൽ ഇപ്പോഴും ഭാരതമുണ്ട്. ഇന്നലെ ന്യൂസിലൻഡിനെതിരെയുള്ള മാച്ചിൽ പോലും വളരെ സങ്കീർണമായി ബാറ്റിങ്ങിൽ ഒരു തകർച്ച നേരിട്ടുവെങ്കിൽ പോലും പിന്നീട് ബോളിങ്ങിലൂടെ വിജയം തിരിച്ചു പിടിക്കുകയാണ്. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി നേടാൻ സാധ്യതയുള്ള ടീമുകളുടെ പട്ടികയിൽ രോഹിത് ശർമ്മ നയിക്കുന്ന ഭാരതത്തിന്റെ ടീമുണ്ട്. കഴിഞ്ഞ ICC 2020 വേൾഡ് കപ്പ് ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടീമാണ്. 2023 ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഫൈനൽ വരെ എത്തി. ഫൈനലിൽ വളരെ ദൗർഭാഗ്യവശാൽ ഗുജറാത്തിൽ വെച്ച് ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടെങ്കിൽ പോലും ആ വേൾഡ് കപ്പിലെ ഓരോ മത്സരവും ഭാരതത്തിലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിന് എക്കാലവും ഓർത്തു വെക്കാൻ നിരവധി സംഭാവനകൾ ഇപ്പോഴും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന രോഹിത് ശർമ്മയെയാണ് ഈ കോൺഗ്രസിന്റെ നേതാവ് അപമാനിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും രൂക്ഷ വിമർശനം ഇപ്പോൾ ഈ ഷമാ മുഹമ്മദിനും കോൺഗ്രസ് പാർട്ടിക്കുമെതിരെ ക്രിക്കറ്റ് പ്രേമികളുടെ ഭാഗത്ത് നിന്നും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീകൾ ഗൗതം, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ രോഹിത് ശർമ്മയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വിജയ ശതമാനം, അദ്ദേഹം നല്ല കളിക്കാരനാണോ എന്ന് നോക്കാതെ നിങ്ങൾ സ്വന്തം നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിന്നിംഗ് പെർസെൻറ്റേജിലേക്ക് പോകൂ എന്ന് BJPയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ BJPയുടെ ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാലയാണ് ഇപ്പോൾ ഷമാ മുഹമ്മദിന് മറുപടി നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് രോഹിത് ശർമ്മയുടെ വിജയത്തെപ്പറ്റി നോക്കുന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രസ് കാർഡ് എന്ന് നോക്കിയാൽ 90% തെരഞ്ഞെടുപ്പിലും തോറ്റ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് BJP തിരിച്ചടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പരാജയപ്പെട്ട ഒരു നേതാവിൻ്റെ അണിയായ ആളാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് BJPയുടെ പരിഹാസം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മറ്റ് മുതിർന്ന നേതാക്കൾ ആരും ഇപ്പോൾ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഷമാ മുഹമ്മദ് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസിയായ ANAയോട് സംസാരിക്കുന്ന ഘട്ടത്തിലും ഇവർ മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല. മറിച്ച് ന്യായീകരണം വീണ്ടും നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രോഹിത് ശർമ്മയ്ക്ക് അമിതമായ വണ്ണമുണ്ട്, ഒരു അത്ലറ്റിന് ചേരുന്ന ശരീരപ്രകൃതമല്ല എന്ന ആ പോസ്റ്റിൽ പറഞ്ഞ അതേ ബോഡി ഷേമിംഗ് വീണ്ടും ഈ ഷമാ മുഹമ്മദ് ANAയ്ക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ബൈറ്റിനകത്തും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവന, ഒരു പ്രതികരണമാണ് കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രോഹിത് ശർമ്മ ഭാരതത്തിൻ്റെ ക്രിക്കറ്റിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ നിരവധി റെക്കോർഡുകൾ നമുക്കറിയാം. നേരത്തെ സൂചിപ്പിച്ച ഏകദിന മത്സരത്തിലെ 3 ഇപ്പോൾ വിദ്യാസാഗർ ഗുരുമൂർത്തി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് തൻ്റെ സമൂഹ മാധ്യമങ്ങളിലാണ് ആദ്യം ഒരു കുറിപ്പ് പങ്കുവച്ചത്. അത് രോഹിത് ഒരു തടിയനാണ്, അദ്ദേഹം മോശം നായകനാണ് എന്നതായിരുന്നു ആദ്യത്തെ പ്രതികരണം. ഇത് വിവാദമായതിന് പിന്നാലെ അതിനൊരു ന്യായീകരണവുമായി എത്തി ഇന്ത്യയുടെ മുതിർന്ന താരങ്ങളെ, സച്ചിൻ അടക്കമുള്ള മുതിർന്ന താരങ്ങളെക്കാൾ എന്താണ് രോഹിത്തിന് പ്രത്യേകതയുള്ളത് എന്ന് ചോദ്യവുമായി എത്തി. എന്തായാലും ഇപ്പോൾ വീണ്ടും അതായത് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വീണ്ടും ഷമാ മുഹമ്മദിൻ്റെ ഭാഗത്ത് എന്തായാലും വന്നിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു? ഇതില് ഒരു വിഷയം പറയുമ്പോൾ ആര് പറഞ്ഞു, ആരെ പറ്റി പറഞ്ഞു എന്നത് വളരെ പ്രസക്തമാണ്. രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ വ്യക്തി 60-ലധികം കളികളിൽ 17 സെഞ്ചുറികൾ അടിച്ച് 4986 റൺസ് എടുത്ത ആളാണ്. ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചവനാണ്. അതും 4ാമത്തെ വൺഡേ ഇന്റർനാഷണൽ 2013. അപ്പൊ അത്രയും കഴിവുള്ള ആളാണ് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മ കഴിവില്ലാത്ത ആളാന്ന് പറയുന്നതിൽ എന്താണ്? ഈ ഷമാ മുഹമ്മദ് ആരാണ്? ക്രിക്കറ്ററാണോ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കോമന്ററി ചെയ്യുന്ന ആളാണോ, ക്രിക്കറ്റിനെ പറ്റി ആധികാരികമായിട്ട് അറിവുള്ള ആളാണോ? ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഫിറ്റും മെന്റലി അൺഫിറ്റുമായ ഒരു നേതാവിന്റെ പിന്നാലെ വിഡ്ഢിയെപ്പോലെ നടക്കുന്ന ഒരു സ്ത്രീയല്ലേ? ഞാൻ പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫിസിക്കലി ഫിറ്റ്, മെന്റലി അൺഫിറ്റ്, അങ്ങനെ ഒരു നേതാവുണ്ടല്ലോ ഇന്ത്യയിൽ. അപ്പൊ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും നിത്യവും പ്രതിപക്ഷത്തിരിക്കുന്ന ആ ദുര്യോഗമുള്ള ആ പാർട്ടിയുടെ ഒരു വെറും അൺഫിറ്റ് എന്താ പറയാ മൈക്ക്, അല്ലെങ്കിൽ അൺഫിറ്റ് സ്പീക്കർ എന്ന് പറയാവുന്ന ഒരു അൺഫിറ്റ് ഷമാ മുഹമ്മദ് എന്ത് അർത്ഥത്തിലാണ്, എന്ത് അധികാരത്തോടു കൂടിയാണ് ക്രിക്കറ്റിനെ പറ്റി പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് എനിക്കിപ്പോഴും ODI 2013 ധോണിയാണ് ഓപ്പണിംഗ് പൊസിഷനിൽ വന്ന് ബാറ്റ് ചെയ്യാൻ രോഹിത് ശർമ്മ വിളിക്കുന്നത്. അത് വളരെ അന്നത്തെ ഇന്ത്യയുടെ വിജയം 83 റൺസിന് ഇന്ത്യ വിജയിക്കുന്നത് വളരെയധികം കഷ്ടപ്പെട്ടാണ്. 257 മറ്റായിരുന്നു അന്നത്തെ അവരുടെ സ്കോർ. നമ്മളത് ചേസ് ചെയ്യുക ചെയ്തത്. അപ്പോ
എന്നാലോചിച്ച് നോക്കണം, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളികളിൽ ഈ അടുത്ത കാലത്ത് ഒരു ദശാബ്ദമായിട്ടെങ്കിലും രോഹിത് ശർമ്മ വളരെ നല്ല പെർഫോമറാണ്. അത് നിഷേധിക്കാൻ പറ്റില്ല. അയാൾ ഫിസിക്കലി അൺഫിറ്റ് എങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ഇതിന്റെ മാനദണ്ഡം? ഷമാ മുഹമ്മദ് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്ന ക്രിക്കറ്റിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം തടിച്ച ഒരാൾ ആണ് അൺഫിറ്റ് ആണെന്ന് പറയുന്നെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മ, പണ്ടത്തെ കളിക്കാരൻ അർജുന രണതുംഗെ എത്ര ഫിസിക്കലി നല്ല തടിയുള്ള ആളായിരുന്നു, പക്ഷെ നല്ല ബാറ്റ്സ്മാൻ ആയിരുന്നു, ഓൾറൗണ്ടർ ആയിരുന്നു ഓൾമോസ്റ്റ്. അപ്പം അങ്ങനെയുള്ള ഫിസിക്കലായിട്ട് കാണുമ്പോഴുള്ള ആ അപ്പിയറൻസ് മാത്രമാണോ ഇവർ നോക്കുന്നത്, അത് ഒരാളുടെ പെർഫോമൻസ് ആണോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. കുറെ കാലം ഇവര് ഇതേ പാർട്ടിക്കാരെ മോദിജിയെ മോഡിയുടെ താടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു. അത് ഒരാളുടെ താടി രോമമോ അയാളുടെ വയറോ ശരീരമോ ഒന്നുമല്ലല്ലോ, അയാളുടെ പെർഫോമൻസ് അല്ലേ ആ വ്യക്തിയെ വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ നല്ല മുതൽക്കൂട്ടാണ് രോഹിത് ശർമ്മ. എല്ലാ ഒരു പ്ലെയർക്കും ഉയർച്ച താഴ്ചകൾ കരിയറിലുണ്ടാവും. പക്ഷെ അത് ഷമാ മുഹമ്മദിന് എന്ത് അധികാരമാണെന്ന് പറയാൻ? ഷമാ മുഹമ്മദ് ട്രാക്ക് റെക്കോർഡ് എന്താണ്? വളരെ മോശമായ പദപ്രയോഗങ്ങളിലൂടെ ചർച്ചകളിൽ ഒരു ക്ഷമയും കാണിക്കാതെ, ക്ഷമ വേണമല്ലോ, പ്രതിപക്ഷം പറയുന്നത് കേൾക്കാൻ ക്ഷമ വേണമല്ലോ. അപ്പോൾ ചർച്ചകളിൽ പോലും യാതൊരു ഡീസൻസിയും ഇല്ലാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് അവരെ തോന്നിയിട്ടുള്ളത്. മാത്രമല്ല അവർക്ക് ഇതേപ്പറ്റി യാതൊരു വിവരവും ഇല്ലാത്ത ഒരു സാധാരണ ഒരു കോൺഗ്രസിന്റെ ഒരു പിടിപോയ കത്തി പിടിക്കുന്നവനെ മുറിക്കും, അത് ടാർഗറ്റ് ചെയ്യുന്നവനെ മുറിക്കും. അപ്പൊ അങ്ങനെയുള്ള പിടിപോയ കോടാലികളെ കൊണ്ട് കോൺഗ്രസ് സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഷമാ മുഹമ്മദിന്റെ ഈ പ്രസ്താവന എന്ന് കണ്ട് അവരെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വളരെ നന്ദി ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ച് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് രംഗത്തെത്തിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ ഫിസിക്കലി ഫിറ്റ് അല്ല എന്നും അദ്ദേഹം ഒരു പൊണ്ണത്തടിയനാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഷമയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു മികച്ച നായകനല്ല എന്നും ഷമ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ രോഹിത് ശർമ്മയുടെ പ്രകടനത്തിലേക്ക് വന്നാൽ ഒരു നായകൻ എന്ന നിലയിൽ അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് നാരങ്ങളായി മാത്രമാണ് അദ്ദേഹം ഇന്ത്യയെ നയിക്കാനായി എത്തിയത്. ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അദ്ദേഹം നായകനായി തന്നെ നിരവധി റെക്കോർഡുകൾ ടീം ഇന്ത്യക്ക് സ്വന്തമാക്കി നൽകിയിട്ടുണ്ട്. അതായത് നേരത്തെ ഗൗതം പറഞ്ഞ പോലെ 2023 ഇന്ത്യയെ ആ ഒരു ലോകകപ്പിൻ്റെ ഫൈനൽ വരെ എത്തിച്ച ആ ഒരു നായകനാണ്. ഫൈനൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടെങ്കിലും ഫൈനൽ വരെ എത്തിച്ച ആ ഒരു നായകനാണ്. തൊട്ടടുത്ത വർഷം നടന്ന 2020 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടം ചൂടിച്ച നായകൻ കൂടിയാണ് രോഹിത് ശർമ്മ. പിന്നീട് ഇങ്ങോട്ട് ഏഷ്യ കപ്പിലടക്കം ഇന്ത്യയുടെ പ്രകടനം അത് വളരെ നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. രോഹിത് ശർമ്മയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അത് 50 മത്സരങ്ങൾക്ക് മുകളിൽ നയിച്ച് ഇന്ത്യൻ നായകന്മാരുടെ കൂട്ടത്തിൽ വിന്നിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് 74.07%. അതായത് അദ്ദേഹം 54 മത്സരങ്ങൾ ഇന്ത്യയെ നയിച്ചപ്പോൾ 40 എണ്ണത്തിലും ടീം ഇന്ത്യക്ക് വിജയം സ്വന്തമാക്കി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ BCCI മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, നമുക്കറിയാം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ, അദ്ദേഹത്തിൻ്റെ പ്രകടനം, അദ്ദേഹം ഇന്ത്യക്ക് എന്ത് നൽകി, ക്രിക്കറ്റിൽ അദ്ദേഹം എന്ത് സംഭാവന ചെയ്തു എന്നുള്ളത് നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്, ബോഡി ഷേമിംഗ് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം മികച്ചൊരു നായകനല്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ഷമാ മുഹമ്മദ്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. രോഹിത് ശർമ്മയെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിന്റെ ആ ഒരു ശൈലി നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയെ നയിച്ച, ലോകകപ്പ് നേടിയ അല്ലെങ്കിൽ നയിച്ച നായകൻ, അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിന്റെ പ്രകടനം എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ അർജുന രണതുംഗ എന്നുള്ളൊരു ശ്രീലങ്കൻ നായകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്നു, ശ്രീലങ്കൻ സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിനെ ബോഡി ഷേപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു സ്പോർട്സ്മാൻ എന്ന് പറയാത്ത ഒരു ശരീരപ്രകൃതമായിരുന്നു. പക്ഷെ അർജുന രണതുംഗ എന്ന് അറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ക്യാപ്റ്റനും ഏറ്റവും മികച്ച ഒരു താരവുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കളിയെ കുറിച്ച് വ്യക്തതയില്ലാത്തവരുടെ അഭിപ്രായം നമ്മൾ ഒരു മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. രോഹിത് ശർമ്മ എന്നും അദ്ദേഹത്തിന്റെ ആ കളിയുടെ ഒരു സ്റ്റൈലും അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലും അദ്ദേഹം നയിച്ച രീതിയും എല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഉപരിയായിട്ട് അതിന് വില കൊടുക്കേണ്ട കാര്യമില്ല. ശ്രീ പി രംഗനാഥൻ, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഷമാ മുഹമ്മദ് ആദ്യം തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് നടത്തി, അത് വിവാദമായതിന് പിന്നാലെ
അവരെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് സീനിയർ താരങ്ങൾ ഇപ്പോൾ സച്ചിൻ, ദ്രാവിഡ്, ഗാംഗുലി, കപിൽ ദേവ്, വിരാട് കോഹ്ലി ഇവരിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് ഈ രോഹിത് ശർമ്മയ്ക്കുള്ളത് എന്നൊരു ചോദ്യം കൂടി ഷമാ മുഹമ്മദ് ചോദിക്കുന്നുണ്ട്. അത് അവരുടെ കൂടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ താരങ്ങളെ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ രോഹിത് ശർമ്മയുടെ ആവറേജും അദ്ദേഹത്തിന്റെ പെർഫോമൻസും അദ്ദേഹത്തിന്റെ ആ ക്ലാസും അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് ശൈലിയും എല്ലാം കളിക്കളത്തിലുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റവും എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു താരത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഏറ്റവും മികച്ച ഒരു നായകനായിട്ട് ഇന്ത്യക്ക് T20 ലോകകപ്പ് നേടിത്തന്ന നായകൻ, എത്രയോ വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ലോകകപ്പ് നേടുന്നതും അതിനുശേഷം ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫി തന്നെ സെമിഫൈനലിൽ കയറിയിരിക്കുന്നു. അപ്പൊ നായകത്തിന്റെ ഒരു അവസ്ഥ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലൊന്നും ഒരിക്കലും ഒരു അഭിപ്രായം നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് ഏത് സമയത്തും എക്സ്പ്ലോസീവായിട്ട് ഒരു ഇന്നിങ്സ് കളിക്കാൻ കഴിവുള്ള ഒരു താരം. സെവാഗിന് ശേഷം സെവാഗിന്റെ ടെക്നിക്കൽ പെർഫെക്ഷനൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മേഡത്തിന് അത് അറിയാത്തതാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഉള്ള അഭിപ്രായമായിട്ട് എനിക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ രോഹിത് ശർമ്മയുടെ ഒരു കളിയുടെ ഒരു കാര്യത്തിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഒരിക്കലും ആർക്കും വിലയിരുത്താൻ സാധിക്കില്ല. വളരെയധികം നന്ദി ശ്രീ പി രംഗനാഥൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അതായത് പി രംഗനാഥൻ പറഞ്ഞ ശ്രദ്ധേയകരമായ കാര്യമാണ് അത്. അതായത് ഒരു താരത്തെ മറ്റൊരു താരത്തോടു കൂടി നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇവരിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് എന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് നിരവധി പ്രത്യേകതകളുണ്ട്. വളരെ നാളുകൾക്ക് ശേഷം 2011 ശേഷം ഇന്ത്യയിലേക്കൊരു ലോക കിരീടം എത്തിച്ച നായകനാണ് രോഹിത് ശർമ്മ. ഒപ്പം ഇന്ത്യയെ തുടർ വിജയങ്ങൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 54 ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച രോഹിത് ശർമ്മ അതിൽ 40 എണ്ണത്തിലും ടീം ഇന്ത്യക്ക് വിജയം സ്വന്തമാക്കാനായി എന്നുള്ളതാണ്. 12 തോൽവികൾ മാത്രമാണ് രോഹിത് ശർമ്മ ഏകദിനത്തിൽ നായകനായതിനു ശേഷം ഇന്ത്യക്ക് സംഭവിച്ചത്. അതായത് 74.7% രോഹിത് ശർമ്മയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് ഏകദിനത്തിൽ, അതായത് നായകനായതിനു ശേഷമുള്ള വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇനി ഇത് ഒരു കമ്പാരിസൺ അല്ല, എന്നിരുന്നാൽ കൂടി ശർമ്മയുടെ അറിവിലേക്കായി പറയുകയാണ്. മറ്റു താരങ്ങളിലേക്ക് വന്നാൽ സൗരവ് ഗാംഗുലിയിലേക്ക് എടുത്താൽ സൗരവ് ഗാംഗുലി 146 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്. ഗാംഗുലിയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് 52%. വിരാട് കോഹ്ലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 95 മത്സരങ്ങളിൽ വിരാട് കോഹ്ലി ഏകദിനത്തിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്, 68. രാഹുൽ ദ്രാവിഡിലേക്ക് വന്നാൽ 79 ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്, 53.16 ദ്രാവിഡിൻ്റെ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ്. കപിൽ ദേവിലേക്ക് വന്നാൽ 74 മത്സരങ്ങൾ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്, 52.7 ഈ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഹിത് ഇന്ത്യ കണ്ട മോശം നായകൻ എന്ന് പറയുന്നതിന് മുൻപ് ഷമ വെറുതെയെങ്കിലും ഒന്ന് ഗൂഗിൾ നോക്കിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഒരു പരാമർശം ഷമ നടത്തില്ലായിരുന്നു. എന്തായാലും ഗൗതം അനന്തനാരായണൻ തുടരുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ എന്തായാലും ഈ ഒരു ഷമയ്ക്കെതിരെ വളരെ വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? നിഖിലെ, ഷമിക്കെതിരെ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ അല്ലാതെയും ഒക്കെ ഉയരുന്നുണ്ട്. കാരണം രോഹിത് ശർമ്മയ്ക്ക് അത്രത്തോളം വലിയ ഫാൻ ബേസ് ഉള്ളൊരു താരവും അതോടൊപ്പം തന്നെ ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ്. നമുക്കറിയാം, ധോണിക്ക് ശേഷം ധോണി ഒരു വലിയ ക്യാപ്റ്റൻ, അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെ പറ്റി നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ ICC ചാമ്പ്യൻസ് ട്രോഫികളും ഭാരതത്തിലേക്ക് കൊണ്ടുവന്നൊരു ക്യാപ്റ്റനാണ്. 2011 ഏകദിന വേൾഡ് കപ്പ് കൊണ്ടുവരുന്നു. അതിനുശേഷം 2013 ICC ചാമ്പ്യൻസ് ട്രോഫിയും 2007 T20 വേൾഡ് കപ്പും. അങ്ങനെ ICCയുടെ പ്രധാനപ്പെട്ട 3 ടൂർണമെൻറ്റുകളുടെയും ഈ ട്രോഫികൾ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നൊരു ക്യാപ്റ്റൻ ധോണിയായിരുന്നു. അങ്ങനെ ഒരു ഇതിഹാസ തുല്യമായ താരം റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നീട് മറ്റൊരു ക്യാപ്റ്റൻസിയിലൂടെ ഈ ICC ട്രോഫികൾ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. കാരണം 2013 ICC ചാമ്പ്യൻസ് ട്രോഫി ധോണിയുടെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി നമ്മൾ വിജയിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് 11 വർഷം നമുക്ക് ഒരു ICC ട്രോഫികളിലും കാര്യമായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് നടന്നിട്ടുള്ള ഏകദിന വേൾഡ് കപ്പുകളിൽ നമ്മൾ പരാജയപ്പെടുകയായിരുന്നു. T20 വേൾഡ് കപ്പ് ആണെങ്കിലും ICC ചാമ്പ്യൻസ് ട്രോഫിയിലാണെങ്കിലും 2017 നമ്മൾ പാകിസ്ഥാനോട് ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 2013 ധോണിയുടെ നേതൃത്വത്തിൽ അന്ന് ICC ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് മറ്റൊരു ICC ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം ഭാരതം കാഴ്ചവെക്കുന്നത് രോഹിത് ശർമ്മ ക്യാപ്റ്റനാകുന്ന ഘട്ടത്തിലാണ്. 2023 ഭാരതത്തിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഫൈനൽ മാച്ചിലെത്തി. പക്ഷേ അന്ന് ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടെങ്കിലും
ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു ടീം ആ വേൾഡ് കപ്പിൽ ഇന്ത്യ ആയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. അന്ന് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പണർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് ഒരിക്കൽ പോലും ഒരു ക്രിക്കറ്റ് പ്രേമിക്കും മറന്നു കളയാൻ കഴിയുന്നതല്ല. അതിനുശേഷം തൊട്ടടുത്ത വർഷം നമ്മൾ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു ICC ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുകയാണ്. അതും 2020 വേൾഡ് കപ്പിൽ വേഗതയുടെ ക്രിക്കറ്റ് ട്രെൻഡായി നിൽക്കുന്ന ഈ കാലത്ത് ഏതാണ്ട് 20 ടീമുകൾ മത്സരിച്ചിടത്താണ് നമ്മൾ അതും US-ലും വെസ്റ്റ് ഇൻഡീസിലുമൊക്കെയായി നടന്ന മത്സരം. ഭാരതത്തിലോ ഏഷ്യൻ ഭൂഖണ്ഡത്തിലോ അല്ല, മറിച്ച് വിദേശ രാജ്യത്ത് പോയി നമ്മൾ വേൾഡ് കപ്പ് നേടി. അതും സൗത്ത് ആഫ്രിക്ക പോലെ ഒരു മികച്ച ടീമിനോട് വലിയ പ്രകടനം ഫൈനൽ മത്സരത്തിൽ കാഴ്ചവെച്ചാണ് നമ്മൾ ആ വേൾഡ് കപ്പ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ വിജയിച്ചത്. അങ്ങനെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ കപിൽ ദേവിനും അതുപോലെ തന്നെ ധോണിക്കും ശേഷം പിന്നീട് വേൾഡ് കപ്പ് ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ താരമാണ് രോഹിത് ശർമ്മ. തൻ്റെ 37ാമത്തെ വയസ്സിലും ഇന്ത്യൻ ടീമിനെ നയിക്കാൻ കെൽപ്പുള്ള അഭിമാനകരമായ താരം. അദ്ദേഹത്തിൻ്റെ നിരവധി റെക്കോർഡുകൾ പരിശോധിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറെ പറ്റിയാണ് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നേതാവ് ഇത്തരം ഒരു പരാമർശം നടത്തുന്നത്. എന്തായാലും ഈ പരാമർശം കാണുന്ന ആളുകളെല്ലാം പറയുന്നത് ഇവർക്ക് ക്രിക്കറ്റിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല, ക്രിക്കറ്റ് കാണുന്നയാളോ അല്ലെങ്കിൽ അത് പത്രത്തിൽ വായിക്കുന്ന ആളോ പോലുമല്ല, മറ്റേ എന്തൊക്കെയോ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കളിക്കാരനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്നതാണ്. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് ആദ്യത്തെ സംഭവമല്ല. നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തിയെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ പലതവണ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ബോഡി ഷേമിംഗ് നടത്താൻ ശ്രമിക്കുകയും അവരുടെ ജാതി പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കുക. നമുക്കറിയാം മോദി എന്ന് പറയുന്ന വിഭാഗക്കാരെ പറ്റി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ നടത്തിയിട്ടുള്ള പ്രചരണം, മോദി എന്ന പേരുള്ളവരെല്ലാം കള്ളന്മാരാണെന്ന് പറയുക, VD സവർക്കർ മാപ്പ് എഴുതി കൊടുത്തെന്ന് പറയുക, ഇതൊരു കോൺഗ്രസിന്റെ സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ്. അതിപ്പോൾ കായിക താരങ്ങളെ പോലും എഫക്ട് ചെയ്ത് തുടങ്ങുന്ന രീതിയിൽ അതിനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത രീതിയിലേക്ക് ഇത്തരം വിമർശനങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാഷ്ട്രത്തിൻ്റെ വീരപുത്രന്മാരെയും അപമാനിക്കുന്നു, രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും അപമാനിക്കുന്നു. ഇതെല്ലാം കൂടാതെ ഇപ്പോൾ ക്രിക്കറ്റ് പോലെ ഭാരതത്തിലെ തന്നെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആവേശമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കായിക ഇനമായിട്ടുള്ള ക്രിക്കറ്റിനെ, ഭാരതത്തിൻ്റെ ഇന്ത്യൻ ടീമിനെ അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിച്ച ക്രിക്കറ്റ് താരത്തെ അപമാനിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനെതിരെ തന്നെയാണ് ജനരോഷം ഉയരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശരി ഗൗതം, എന്തായാലും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദാണ് ബോഡി ഷേമിംഗ് നടത്തി ഇന്ത്യൻ നായകനെ അവഹേളിച്ചത്. ഒരു കായിക താരത്തിന് ആവശ്യമായ ശരീരപ്രകൃതമല്ല രോഹിത്തിൻ്റെതെന്നും ഒപ്പം തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും മോശം നായകനാണ് രോഹിത് ശർമ്മയെന്നും ഷമ പറയുന്നു. ഷമ തൻ്റെ പരാമർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആദ്യ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടു, അത് വിവാദമായപ്പോൾ പിന്നീട് അതിന് മറുപടിയുമായി എത്തി, പിന്നീട് വാർത്താ ഏജൻസിയോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും രോഹിത് ശർമ്മ എന്ന ആ ഒരു നായകൻ, അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ നായകനായത് എങ്ങനെ എന്ന് ഓരോ ഇന്ത്യക്കാർക്കും ഓരോ കായിക പ്രേമികൾക്കും അത് പ്രത്യേകം പരാമർശിക്കേണ്ട ആവശ്യമില്ല.